भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര പൂജ ഇന്ന് ഏകാദശ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. നിമി നവയോഗി സംവാദം നാരദ മഹർഷി വസുദേവർക്ക് ഭാഗവത ധർമ്മങ്ങളെ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി പറഞ്ഞുകൊടുക്കുക. ആ രംഗമാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. അതിൽ നവയോഗികൾ ആരാണ്, അവരുടെ ആ കർമ്മ വിശുദ്ധിയെക്കുറിച്ച്, അവരുടെ ആ കുലത്തിന്റെ മഹിമയെക്കുറിച്ച് ഒക്കെ പ്രത്യേകമായിട്ട് അവിടെ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള ആ നവയോഗികൾ കവിർഹരിരന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധ ദ്രുമിളഷ്ടമസക്കര ഭാജന, അങ്ങനെയുള്ള ആ 9 പേര് തയേകദാ നിമേ സപ്ത്രം ഉപജഗ്മുറിയദൃക്ഷയാ വിതായമാനമൃഷിഭിരജനാഭേ മഹാത്മന. അവിടെ തേ ഏകദ, അവർ ഒരിക്കൽ യദൃച്ഛയാ അജനാഭേ മഹാത്മനഃ നിമേ, യദൃച്ഛയായിട്ട് യാദൃശ്ചികമായിട്ട് അജനാഭവർഷത്തിൽ മഹാത്മാവായ നിമിയുടെ ഋഷിഭി വിതായമാനഃ മഹർഷിമാരാൽ അനുഷ്ഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്രം ഉപജഗ്മു, യാഗശാലയിലേക്ക് അവര് എത്തിച്ചേർന്നു എന്നാണ്. നിമി ചക്രവർത്തി വലിയൊരു യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അജനാഭവർഷത്തിൽ മഹർഷിമാരെ കൊണ്ട് യാഗം ചെയ്യിക്കുന്ന നിമി ചക്രവർത്തിയുടെ അടുത്തേക്ക് ബ്രഹ്മജ്ഞാനികൾ അവര് എത്തിച്ചേരാണ്. 9 പേരും അന്ധക്കരണ ശുദ്ധിയോടുകൂടി ഈശ്വരനെ ആരാധിക്കുന്ന ആ രാജാവിന്റെ സത്രത്തിലേക്ക് ചെന്നപ്പോ മഹദ്ദർശന സാഫല്യം കൊണ്ട് നിമി വലിയ സന്തുഷ്ടചിത്തനായി തീർന്നു എന്നാണ്. നോക്കൂ, മഹാന്മാരെപ്പോഴും ഉണ്ട്. കാണാൻ നമുക്ക് സമയമാവുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ.
നിഷ്കാമ കർമാനുഷ്ഠാനത്തിൽ നിന്ന് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവുമ്പോ അവിടേക്ക് ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച മഹാത്മാക്കള് യദൃച്ഛയാ വന്നു ചേർന്നു എന്നാണ്. അങ്ങനെ ഇവിടെ താൻ ദൃഷ്ടുവാ സൂര്യസങ്കാശാൻ മഹാഭാഗവതാൻ നൃപ യജമാനോഗ്നയോ വിപ്ര സർവ ഏവോപതസ്ഥിരേ. സൂര്യസങ്കാശാൻ മഹാഭാഗവതാൻ താൻ ദൃഷ്ടുവാ, സൂര്യന് തുല്യരായിരിക്കുന്ന മഹാതേജസ്വികളായ മഹാഭക്തന്മാരായിരിക്കുന്ന അവരെ കണ്ടിട്ട് യജമാനൻ നിമി മഹാരാജാവ്, അഗ്നയ അഗ്നികളും ബ്രാഹ്മണരും വിപ്രാഹ സർവേ ഏവ എല്ലാവരും ഒരുമിച്ച് ഉപതസ്ഥിരെ അവരുടെ അടുത്തേക്ക് ചെന്നു, വന്ദിച്ചു അവരെ. പരീക്ഷിത്തെ, ഭക്തന്മാരുടെ മാഹാത്മ്യം എത്ര വലുതാണ് പറഞ്ഞാൽ തീരില്ല. ആ 9 പേരെ ഒരുമിച്ച് കണ്ടപ്പോ സൂര്യതുല്യമായ തേജസ്സോടുകൂടി നവരത്നങ്ങളെപ്പോലെ നവഗ്രഹങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങുന്ന ആ 9 പേര് അവരുടെ ആ പ്രഭാപൂരം കൊണ്ട്, അവരുടെ തേജസ് കൊണ്ട്, അവരുടെ ദേഹത്തു നിന്നും കാന്തി എല്ലായിടത്തേക്കും നിറഞ്ഞ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭഗവത് ഭക്തന്മാരിൽ മുഖ്യന്മാരായിരിക്കുന്ന അവരെ 9 പേരെയും ആത്മജ്ഞാനം കൊണ്ടാണ് അവർക്ക് പ്രഭ അല്ലെങ്കിൽ ഈ കാന്തി, നമ്മൾ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തേജസ്, ആ ഭഗവാന്റെ ലേശം ശോഭ പ്രാപിച്ചിട്ടാണ് സൂര്യനും ചന്ദ്രനും. ആ പരമാത്മാവ് എല്ലാവരിലും ഇല്ലേ? എന്നിട്ട് എന്താണ് ഇങ്ങനെ നമുക്ക് കാണാത്തത് എന്നാണെങ്കിൽ ആത്മപ്രകാശത്തെ തടസ്സപ്പെടുത്തുന്ന രാഗാതിവൃത്തികൾ. സൂര്യനുണ്ടെങ്കിലും ആ സൂര്യനെ മേഘപടലങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നല്ല തിളക്കമുള്ള കണ്ണാടിയിലെ സൂര്യന്റെ പ്രതിബിംബം പ്രതിഫലിക്കുകയുള്ളൂ. കണ്ണാടിയിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം വേണ്ടതുപോലെ തെളിയാത്തതുപോലെ, സൂര്യനെ ആ കണ്ണാടിയിൽ പ്രതിഫലിച്ചു കാണാത്തതുപോലെ, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ അന്ധക്കരണം ശുദ്ധമാവണം. അന്ധക്കരണം മലിനമായി കഴിഞ്ഞാൽ ആ ഭഗവാനെ കാണാൻ സാധിക്കില്ല. നോക്കൂ, സൂര്യനെയും ചന്ദ്രനെയും അതിശയിക്കുന്ന തേജസ് അവരിലുള്ളതിന് കാരണം എന്താ? അവർ സാക്ഷാത്തായിട്ട് ഈശ്വര തുല്യരാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ്. ഭക്തനും ഭഗവാനും വേറെയല്ല എന്ന് ഭാഗവതം പലയിടത്തും പറയുന്നു. അങ്ങനെ ആ ഈശ്വരൻ 9 രൂപങ്ങൾ സ്വീകരിച്ചു വരുന്നത് പോലെ അവരെ കണ്ടപ്പോ യജമാനനായ നിമി മഹാരാജാവും ആഹവനീയാദികളാകുന്ന അഗ്നികളും കർമ്മം നടത്തുന്ന ബ്രാഹ്മണരും എല്ലാവരും ഒരുമിച്ച് ആ ഋഷീശ്വരന്മാരുടെ മുമ്പിൽ ചെന്ന് അവരേതാ വേണ്ട പോലെ എതിരേറ്റു വന്ദിച്ചു. വിദേഹസ്ഥാനഭിപ്രേത്യ നാരായണപരായണാൻ പ്രീത സംഭൂജയാംശ്ചക്രേ ആസനസ്ഥാൻ യഥാർഹത. വിദേഹൻ നിമി മഹാരാജാവ്. നിമിയുടെ കഥ നമ്മൾ മറ്റൊരു സ്ഥലത്ത് കേൾക്കേണ്ടായി. താൻ നാരായണപരായണാൻ, അവര് സാക്ഷാൽ നാരായണനെ പരമമായ ആശ്രയമായി സ്വീകരിച്ചവരാണ് എന്ന് അഭിപ്രേത്യ അറിഞ്ഞിട്ട് പ്രീത വളരെ സന്തോഷത്തോടുകൂടി ആസനസ്ഥാൻ യഥാർഹത സംഭൂജയാംശ്ചക്രേ, അവരെ യഥാസ്ഥാനങ്ങളിൽ അർഹതയ്ക്കനുസരിച്ച് ഇരുത്തി പൂജിച്ചു എന്ന് പറയുന്നു. നിമി ചക്രവർത്തിക്ക് മനസ്സിലായി ഇവർ ഈശ്വരന്മാർ തന്നെ, അല്ലെങ്കിൽ ഈശ്വരനെ പരമാശ്രയമായി കണ്ടിട്ടുള്ള ആളുകളാണ്. അവരെ 9 സിംഹാസനങ്ങളിൽ ഇരുത്തി ആദരവോടുകൂടി ജലഗന്ധ പുഷ്പധൂപ ദീപാദികളോടുകൂടി അവരെ വേണ്ട പോലെ ഉചിതമായി യഥോചിതം പൂജിച്ചു എന്നാണ്. അതിഥികളെ നമുക്ക് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. അവരെ വേണ്ട പോലെ പരിചരിക്കാൻ സാധിക്കുന്നത് അതിലേറെ ഭാഗ്യം. അത് നാരായണപരായണന്മാരായിട്ടുള്ള ആളുകൾ, സാക്ഷാൽ ശ്രീമൻ നാരായണനെ ഏകാശ്രയമായി കരുതിയിട്ടുള്ള സജ്ജനങ്ങളാണെങ്കിലോ പറയുകയും വേണ്ട. ഏതായാലും താൻ രോചമാനൻ സ്വരുച ബ്രഹ്മപുത്രോപമാന്നവ പപ്രച്ഛ പരമപ്രീത പ്രശ്രയാവനതോ നൃപ. സ്വരുച, സ്വരുച സ്വന്തം കാന്തിയാൽ
രോചമാനാൻ പ്രകാശിച്ചും കൊണ്ടും ബ്രഹ്മപുത്രോപമാൻ ബ്രഹ്മാവിന്റെ പുത്രന്മാര്, അതിൽ പ്രധാനപ്പെട്ടവരാരാ? ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദി യോഗീശ്വരന്മാര്, സനകൻ, സനാതനൻ, സനൽകുമാരൻ, സനന്ദൻ എന്നീ 4 പേര്. അവരെ പോലെ താൻ നവ ആ 9 പേരും വന്നപ്പോ പരമപ്രീത പ്രശ്രയാമനത നൃപഹ പപ്രച്ഛ, വളരെ സന്തോഷിച്ചിട്ട് വിനയത്തോടുകൂടി നമസ്കരിച്ച് ആ നിമി മഹാരാജാവ് ചോദിച്ചു എന്നാണ്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന എന്നാണ്. ഇവിടെ തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികളെ വേണ്ട പോലെ നമസ്കരിച്ച് അവരോട് ചോദിച്ചാൽ അവരിൽ നിന്ന് ആത്മജ്ഞാനം കിട്ടും എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നുണ്ട്. ഇതേപോലെ സംസാര സമുദ്രത്തിൽ വീണ് അല്ലെങ്കിൽ സംസാരമാകുന്ന ആ അഗ്നിയിൽ വെന്ത് നീറുന്ന ഞാൻ നിങ്ങൾ വന്നപ്പോ എന്റെ ഉള്ളിലെ തീയെ അണയണു, എന്റെ ഉള്ളിലെ തീയിനെ അണയ്ക്കാൻ പാകത്തിനുള്ള വിശേഷമായിട്ടുള്ള ഉപദേശങ്ങൾ തരാൻ നിങ്ങൾ യോഗ്യന്മാരാണ് എന്ന് ഉള്ളിൽ വിചാരിച്ചും കൊണ്ട് അവിടെ ആ അന്ധകരണം വളരെ പ്രസന്നമായിരിക്കുന്ന നിമി മഹാരാജാവ് വളരെ വിനയത്തോടുകൂടി, വിനയമില്ലാതെ വിനയം കാണിച്ച അല്ലെങ്കിൽ വിനയമുള്ളവരെ പോലെ അഭിനയിച്ച ഭഗവത് പുത്രന്മാരുടെ കഥയാണ് നമ്മൾ ഈ ഏകാദശ സ്കന്ധത്തിന്റെ ആദ്യത്തിൽ കേട്ടത്. അവിനീതാവിനീതവൽ. ഇവിടെ അങ്ങനെയല്ല, പ്രശ്രയാവനത, വിനയപൂർവം നമസ്കരിച്ചും കൊണ്ട് കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചു. എന്നിട്ട് ആ രാജാവ് ചോദിക്കുകയാണ്, ബ്രഹ്മപുത്രന്മാരായ സനകാദി മഹർഷികളാണോ? അവര് 4 പേരല്ലേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് 9 പേരുണ്ട്. സൂര്യനിൽ നിന്നുള്ള തേജസ് പോലെയാണ്. സാധാരണ ചില ആളുകൾക്ക് തേജസ് ഉണ്ടാവുന്നത് അവരുടെ അലങ്കാരത്തിലൂടെയും ഭൂഷണത്തിലെയും അല്ലെങ്കിൽ കടകകുണ്ടലങ്ങളൊക്കെ അണിയുമ്പോഴാണ് ഉണ്ടാവുക. ഇത് അങ്ങനെയല്ല, പരിപൂർണമായ തേജസ്, ആനന്ദം അവരെ കാണുമ്പോൾ ഉണ്ടാവുന്നു. അപ്പൊ നിത്യനൈമിത്തികാദി കർമ്മങ്ങൾ ഒരു തരത്തിലുള്ള ആഗ്രഹവുമില്ലാതെ ഭക്തിപൂർവം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് നിമി മഹാരാജാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ 9 പേരും എത്തിച്ചേർന്നത്. അവരെ നമസ്കരിച്ചും കൊണ്ട് നിമി മഹാരാജാവ് പറയാനായിട്ട് ആരംഭിച്ചു. വിദേഹ ഉവാച മന്യേ ഭഗവത സാക്ഷാൽ പാർഷദാൻവോ മധുദ്വിഷ വിഷ്ണോർഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി. മധുദ്വിഷ, മധുകൈടഭന്മാരെ നിഗ്രഹിച്ച സാക്ഷാൽ ഭഗവത, സാക്ഷാൽ വിഷ്ണുവിന്റെ പാർഷദാൻവാ, പാർഷദന്മാരായിട്ട് നിങ്ങളെ മന്യേ ഞാൻ വിചാരിക്കുന്നു, ഞാൻ കണക്കാക്കുന്നു. ലോകാനാം പാവനായ, ലോകത്തിന്റെ മുഴുവൻ പരിശുദ്ധിക്ക് വിഷ്ണുവിന്റെ സംബന്ധികളായിട്ടുള്ള ഭക്തന്മാര് വിഷ്ണോ ഭൂതാനി ചരന്തിഹി, ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കും എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ എന്നാണ്. നിങ്ങൾ മഹാവിഷ്ണുവിന്റെ പാർഷദന്മാർ തന്നെ. കാരണം എന്താ? നിങ്ങൾക്ക് ആ ഭഗവാന്റെ കാരുണ്യം അവോളം നിങ്ങൾക്കുണ്ട്. ആ കാരുണ്യം ലോകത്തിന് സമർപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വിഷ്ണുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായിരിക്കുന്നവർ. എങ്ങനെയാ അത് മനസ്സിലായത്? ഊഹിക്കാനിട വന്നത്, ഹയഗ്രീവനായിട്ട് അവതരിച്ച് കുതിരയുടെ തലയോടുകൂടി ഭഗവാൻ അവതരിച്ചു, മധുകൈടഭന്മാരെ നിഗ്രഹിച്ചു, ബ്രഹ്മാവിന് വേദങ്ങളെ വീണ്ടെടുത്തു കൊടുത്തു. ആ വേദോദ്ധാരകനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് ഇത്തരത്തിൽ ജ്ഞാന സമ്പത്തി ഉണ്ടാവില്ല, ഈ തേജസ് ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ വിഷ്ണു പാർഷദന്മാരെപ്പോഴും ഭഗവാന്റെ കൂടെ വൈകുണ്ഠത്തിലല്ലേ ഇരിക്കണത്? നമ്മള് ജയവിജയന്മാരുടെ കഥയൊക്കെ കേൾക്കുകയുണ്ടായി. ഇപ്പൊ ഭൂലോകത്തിൽ സഞ്ചരിക്കുന്നവരെ വിഷ്ണു പാർഷദന്മാർ എന്ന് പറയുന്നത് കൊണ്ട് എന്താ? വിഷ്ണു ഭക്തന്മാർ ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്നു, അതാണ് പാർഷദൻ എന്ന് പറഞ്ഞത്. അപ്പൊ ലോകാനുഗ്രഹത്തിനായി സഞ്ചരിക്കുന്ന വിഷ്ണു സേവകന്മാരാണ് നിങ്ങൾ എന്ന് മന്യേ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര
തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. ദേഹിനാം ക്ഷണഭംഗുരം മാനുഷഃ ദേഹഃ ദുർലഭഃ. ദേഹികൾക്ക് ക്ഷണഭംഗുരമാണെങ്കിലും പെട്ടെന്ന് നശിക്കുന്നതാണെങ്കിലും മാനുഷഃ ദേഹം, മനുഷ്യദേഹം ദുർലഭം തന്നെയാണ്. തത്രാപി വൈകുണ്ഠപ്രിയദർശനം അതിദുർലഭം. അല്ലേ? അതിൽ വെച്ച് വിഷ്ണുഭക്തന്മാരെ കാണുക എന്നുള്ളത് വളരെ 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 ദുർലഭമാണ്. സജ്ജന ദർശനം വളരെ ദുർലഭമാണ്. അതെനിക്ക് ലഭിച്ചു. ജീവികളിൽ മനുഷ്യ ശരീരം എടുക്കാൻ സാധിക്കുക ദുർലഭമായിട്ടുള്ളവർക്കേ സാധിക്കുള്ളൂ. അങ്ങനെ ദേഹം സിദ്ധിച്ച ആളുകൾക്ക് മോക്ഷം കിട്ടുക എന്നുള്ളത് അതിദുർലഭമാണ്. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാക്കി നിത്യാനന്ദത്തിന്റെ പരമപുരുഷാർത്ഥം സമ്പാദിക്കാൻ മനുഷ്യദേഹം കിട്ടിയാൽ തന്നെ എത്രയോ കാലം പരിശ്രമിച്ചാലാണ് ഈ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുക. എന്നാൽ എത്രയോ കാലം മനുഷ്യ ശരീരം ഉണ്ടാവോ? ഇല്ല. അതും ക്ഷണഭംഗുരം ആണ്, ക്ഷണത്തിൽ നശിച്ചു പോകുന്നതാണ്. അപ്പോ ദേഹത്തിന്റെ സാധാരണ ധർമ്മമാണ് നശിക്കുക എന്നുള്ളത്. അങ്ങനെ അതിനേക്കാൾ ദുർലഭമാണ് വിഷ്ണു ഭഗവാനെ എല്ലാത്തിലും മീതയായി കണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളെ കാണുക എന്നുള്ളത് അതിദുർലഭം, ബഹുദുർലഭം എന്ന് പറയുന്നു. അതുകൊണ്ട് അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഘ സംസാരേസ്മിൻ ക്ഷണാർത്ഥോപി സത്സംഗശേവധിം നൃണാം. അതുകൊണ്ട് അനഘ, അഘമില്ലാത്തവരെ, പരിശുദ്ധരായവരെ, ആത്യന്തികം ക്ഷേമം ഭവത പൃച്ഛാമ, ഏറ്റവും ആത്യന്തികമായ അതിശ്രേഷ്ഠമായിട്ടുള്ള ക്ഷേമത്തെ നിങ്ങളോട് പൃച്ഛാമ, ഞങ്ങൾ ചോദിക്കുന്നു. അസ്മിൻ സംസാരെ, ഈ സംസാരത്തിൽ ക്ഷണാർദ്ധമപി, അല്പസമയത്തേക്കെങ്കിലും, ക്ഷണത്തിന്റെ പകുതി എങ്കിലും, സത്സംഗ, സജ്ജന സംസർഗം, നൃണാം ശേവധി, മനുഷ്യർക്ക് ഏതുപോലെയാണ്? നിധിക്ക് തുല്യമാണ്. അപ്പോ നിങ്ങൾ പറഞ്ഞു തരൂ, എന്തറിഞ്ഞാലാണ്, എന്തിനെ അറിഞ്ഞാലാണ്, എങ്ങനെ അറിഞ്ഞാലാണ് പരമാനന്ദം ലഭിക്കുക? അതാണ് നിങ്ങളോട് ഞാൻ ചോദിക്കണത്. ആരോടെങ്കിലും ചോദിക്കേണ്ടതല്ല. ഇത് ആരോടാ ചോദിക്കാൻ പറ്റുള്ളൂ? കാമക്രോധ ലോഭാദികളാകുന്ന ആ മാലിന്യങ്ങൾ ഒന്നും തന്നെ ഏഷാത്ത അതിപരിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ഉപദേശിച്ചു തരാൻ സാധിക്കുള്ളൂ. അപ്പോ ഈ സംസാരത്തിൽ വളരെ കുറച്ചു സമയമെങ്കിലും സജ്ജന സംസർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മനുഷ്യന് അക്ഷയമായ അനശ്വരമായ ഒരു നിധി കിട്ടുന്നത് പോലെയാണ്. സജ്ജന സംസർഗം സിദ്ധിച്ചാൽ പിന്നെ ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാവില്ല. സകല ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന പരമപുരുഷാർത്ഥം അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപക്ഷെ നിധി എന്ന് ഉപമിച്ചുവെങ്കിലും നമുക്ക് കിട്ടുന്ന ഭൗതികമായ നിധിയേക്കാൾ എത്രയോ വലുതാണ് ആധ്യാത്മികമായ മൂല്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന സജ്ജന സംസർഗം. അതുകൊണ്ട് അത് പറഞ്ഞു തരണേ. ധർമാൻ ഭാഗവതാൻ ബ്രൂത യതി ന ശ്രുതയേ ക്ഷമം യൈ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ. പറയാണ്, ന ശ്രുതയേ, ഞങ്ങൾക്ക് കേൾക്കാനായി, ക്ഷമം യതി, യോഗ്യമാണെങ്കിൽ, യൈ പ്രസന്നഃ, എന്തുകൊണ്ട്, ഏതൊന്നുകളാൽ നിങ്ങൾ സന്തോഷിച്ചുവോ ആ പ്രസന്നനായ ഭഗവാൻ പ്രപന്നായ ശരണാഗതന് ആത്മാനമപീദാസ്യതി, ആത്മാവിനെ പോലും നൽകും എന്നാണല്ലോ. അങ്ങനെയുള്ള ആ ഭാഗവതാൻ ധർമാൻ, ആ ഭാഗവത ധർമ്മങ്ങളെ ബ്രൂത, ഉപദേശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവത് പ്രാപ്തി തന്നെയാണ് പരമപുരുഷാർത്ഥം. അതിനുള്ള വഴി അതാണ് ഭാഗവത ധർമ്മം. അതുപോലെ ആ ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ, ഏത് ധർമ്മങ്ങളാണ് ഭാഗവത ധർമ്മങ്ങൾ, ആ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൻ ഭഗവാൻ പ്രസാദിക്കുമോ ആ ഭാഗവത ധർമ്മങ്ങളെ പറഞ്ഞു തരണേ. അതിന് ഞങ്ങൾ അധികാരികളാണെങ്കിൽ, ഇതൊക്കെയാണ് സജ്ജനങ്ങളുടെ ആ മഹിമ. നിമി മഹാരാജാവ് എന്താ പറയണത്? താൻ രാജാവാണ് എന്നുള്ള
അഹന്ത കാണിക്കുകയല്ല ചെയ്തത്, മറിച്ച് അതിന് ഞങ്ങൾ യോഗ്യരാണെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരദ മഹർഷി പറയുകയാണ്, ഏവം തേ നിമിനാ പൃഷ്ട വസുദേവ മഹത്തമാ പ്രതിപൂജ്യാബ്രുവൻ പ്രീത്യ സദസ്യർത്തിജം നൃപം. ഏവം നിമിനാ പൃഷ്ട, ഇത്തരത്തിൽ നിമിയാൽ ചോദിക്കപ്പെട്ട, മഹത്തമ ഏറ്റവും മഹാന്മാരായ അവർ, വസുദേവരെ പ്രീത്യ സദസ്യർത്തുജം, സഭാവാസികളോടും ഋത്വിക്കുകളോടും കൂടിയിരിക്കുന്ന നൃപം പ്രതിപൂജ്യ, ആ രാജാവിനെ, ചക്രവർത്തിയെ, മഹാരാജാവിനെ മാനിച്ചിട്ട് അബ്രുവൻ പറഞ്ഞു എന്നാണ്. നിമി ചക്രവർത്തി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ വലിയ സന്തോഷമായി. നാരദ മഹർഷിക്ക് ഉണ്ടായതുപോലെ തന്നെയാണ് ഭഗവത് ഭക്തന്മാർക്ക് തങ്ങളെ പോലെയുള്ള ആളുകളെ കാണുക. നമ്മൾ പറയാറില്ലേ, ഒരേ തൂവൽ പക്ഷികൾ ആ മോക്ഷത്തിലേക്ക് പറന്നുയരാൻ യോഗ്യരായ രണ്ടുപേര്. അത് ഒന്ന് നവയോഗികളുടെ ഒരു പക്ഷം, മറ്റൊന്ന് നിമി മഹാരാജാവിന്റെ മറ്റൊരു പക്ഷം. അത് രണ്ടും ചേർന്ന് പക്ഷികളായി പറന്നുയരാൻ സാധിക്കുന്നത് പോലെ. അതുകൊണ്ട് വലിയ സന്തോഷമായി അവർക്ക് എന്നാണ്. യാഗം കഴിക്കുന്ന ഋത്തുക്കളും സദസ്സിലുള്ള മഹാന്മാരും രാജാവും ഒക്കെ ഇത് പറയുക മാത്രമല്ല, അത് കേൾക്കാൻ കാതുകൂർപ്പിച്ച് സാവധാനതയാ ശൃണു എന്ന് പറയുന്നത് പോലെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ കാത്തിരിക്കുകയാണ് അവര്. അപ്പോ വളരെ സന്തോഷമായി. രാജാവിന്റെ ചോദ്യത്തെ അനുസരിച്ച് മറുപടി പറയാൻ തുടങ്ങി എന്നാണ്. നോക്കൂ, ഇങ്ങനെ നിമി മഹാരാജാവ് എത്രയോ പുണ്യം ചെയ്തത് കൊണ്ടാണ് ഈ 9 പേരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചത്. അതിൽ ഒരാളുടെ ഉപദേശം തന്നെ നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കും. ഇവർ 9 പേരും ഒരുമിച്ച് വന്നു. നിഷ്കാമ കർമാനുഷ്ഠാനത്തിന്റെ ഫലമാണ് നിമി അനുഭവിക്കുന്നത്. അങ്ങനെയാണ് യാഗത്തിനിടയിൽ മഹാപുണ്യം ചെയ്ത ഈ ഋഷീശ്വരന്മാര് കടന്നു വന്നത്. നാരദൻ വസുദേവരോട് പറയുകയാണ്, സ്വധർമ്മങ്ങൾ നിലയ്ക്കു നിർത്തേണ്ടത് ആത്മജ്ഞാനം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുഖ്യധർമ്മമാണ്. മഹർഷിമാരോട് മഹാരാജാവ് പറയണത് എന്താ? എനിക്ക് അന്ധക്കരണ ശുദ്ധി വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്കതിന് കേൾക്കാനുള്ള അർഹതയുണ്ടെങ്കിൽ, ഞങ്ങൾ അത് കേൾക്കാൻ അധികാരികളാണെങ്കിൽ, അല്ലയോ നവയോഗികളെ, ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ രാജാവ് 9 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ 9 ചോദ്യങ്ങൾക്ക് നവയോഗികൾ നൽകുന്ന വളരെ വിശേഷമായിട്ടുള്ള മറുപടി. 9 നവയോഗികളും ഓരോ ചോദ്യങ്ങൾക്കും പ്രത്യേകമായിട്ട് മറുപടി പറയുന്നു. അതിൽ ആദ്യത്തെ ചോദ്യം ഭാഗവത ധർമ്മങ്ങൾ കേൾക്കണം എന്നാണ്. എന്താണ് ഭാഗവത ധർമ്മം എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് കവി എന്ന യോഗീശ്വരൻ പറയാനായിട്ട് ആരംഭിക്കുന്നു. അതിനുശേഷം കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നിങ്ങനെയുള്ള ആ 9 പേരും മറുപടി പറയുന്നു. രണ്ടാമത്തെ അധ്യായം, ഏകാദശ സ്കന്ധത്തിന്റെ 2ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോ ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 യോഗീശ്വരന്മാരുടെ മറുപടിയാണ് നമുക്കിവിടെ 2ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ 3ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോ അവിടെ 4 നവയോഗികളുടെ മറുപടി, 4ാമത്തെ അധ്യായത്തിൽ ദ്രുമിളൻ എന്ന നവയോഗിയുടെ മറുപടി, 5ാമത്തെ അധ്യായത്തിൽ ഏറ്റവും ഒടുവിൽ 2 യോഗീശ്വരന്മാരുടെ കൂടി മറുപടി. ഇത്രയാണ് നമുക്ക് ഈ നിമി നവയോഗി സംവാദമായിട്ട് കേൾക്കാൻ സാധിക്കുക വരുന്ന ദിവസങ്ങളിൽ. ഇന്ന് ഇപ്പതാ നാരദ മഹർഷിയുടെ ഈ വാക്കുകളോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. കവി വാണികളോടുകൂടി നമുക്ക് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ ശക്തിയും ഭക്തിയും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോ ഭഗവത് പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ
സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റ
ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.